പലതരത്തിലുള്ള സൈബർ അറ്റാക്സ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. സോ നമ്മൾ അത്തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്സുകളുടെ ഒരു സീരിയൽ വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സൈബർ അറ്റാക്സിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഫിഷിംഗ് അറ്റാക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ഫിഷിംഗ് അറ്റാക്സ്? നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫിഷിംഗ് തന്നെയാണ് ഈ ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹാക്കർ ഒരു ചൂണ്ടയിൽ കുളത്തിൽ കൊളത്തിയിട്ട് ആ ഒരു അറ്റാക്ക് ചെയ്യുന്ന ആളെ ചൂണ്ടയിൽ കുരുക്കുന്നതാണ് ഈ ഒരു ഫിഷിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഫിഷിംഗ് അറ്റാക്സും നടക്കുന്നത്. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിഷിംഗ് അറ്റാക്സ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മെയിൽ വഴിയും ഫോൺ വഴിയും കമ്പ്യൂട്ടറിൽ ഓരോ വെബ്സൈറ്റുകൾ വഴിയുമാണ്. അപ്പോൾ മെയിൽ വഴി ഇത് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മെയിൽ വഴി ഇപ്പോൾ നമുക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ്. അതിപ്പോൾ നമ്മളെ കൺവിൻസിങ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു ബാങ്കിൻ്റെ ആകാം, അല്ലെങ്കിൽ ആമസോൺ പോലത്തെ ഒരു സൈറ്റിൻ്റെ ആകാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൺവിൻസ് ചെയ്യുന്ന ഒരു മെയിൽ നമുക്ക് വരികയാണ്. ആ മെയിലിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും നമ്മളുടെ ഒരു അക്കൗണ്ട് എക്സ്പയർ ആവാറായി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാലിഡിറ്റി എക്സ്പയർ ആവാറായി. അപ്പോൾ നമ്മളിത് റീചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓഫർ കിട്ടും, കൂടുതൽ വാലിഡിറ്റി കിട്ടും. അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള ഒരുപാട് എഴുതിയത് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. ഒരു റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിരിക്കും അത്. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞായിരിക്കും വരുന്നത്. നമ്മൾ ഈ പറഞ്ഞുള്ള നമ്മളത് വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഇതൊരു വേറൊരു പേജിലോട്ട് ഇത് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ക്ലിക്കിൽ ചെയ്യുമ്പോൾ തന്നെ റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഈ റീഡയറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേജ് ഓപ്പൺ ചെയ്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇമെയിൽ ഐ ഡിയുടെ ആണെങ്കിൽ ഇമെയിൽ ഐ ഡിയുടെ യൂസർ നെയിം, ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അതൊക്കെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഇത് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം ഈ പറഞ്ഞ ക്ലിക്കിൽ ചെയ്യുമ്പോൾ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽ എല്ലാം പൂരിപ്പിച്ച് നമുക്കത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ആമസോണിൻ്റെ സൈറ്റ് ആണെങ്കിൽ ഓൾറെഡി അതിൻ്റെ ജീനുവിൻ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ സൈറ്റ് ആണെന്നെങ്കിൽ ഫേസ്ബുക്കിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെടും. സോ ഇവിടെ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതിലൂടെ, അതായത് നമ്മളായിട്ട് ഇൻഫർമേഷൻ ചോദിച്ച് അതിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു ഫേക്ക് പേജാണ് ആദ്യം ഓപ്പൺ ആയിട്ട് വരുന്നത്. അതായത് ഒരു ഫേക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നൊരു ഫേക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫേക്ക് പേജ് ആയിരിക്കും നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അടിക്കുന്ന ഈ യൂസർ നെയിമും ഈ പാസ്വേഡ്, അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി ആണെങ്കിലും അതിൻ്റെ പാസ്വേഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവിടെ കൊടുക്കുന്നത്, ഇതെല്ലാം ഹാക്കർ അവിടെ നമുക്ക് ചോർത്തും. കാരണം അവരുടെ സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവിടെ അടിച്ചു കൊടുക്കുന്നത് അവർക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാനും ഹാക്ക് ചെയ്യാനും, അത് നമ്മുടെ ഡീറ്റെയിൽ ഈ ഒരു ക്രെഡൻഷ്യൽ ആയിട്ടുള്ള ഈ പറഞ്ഞ എല്ലാം തന്നെ അവരൊന്ന് ചോർത്താനായിട്ട് ഹാക്കറിന് സാധിക്കും. സോ ശ്രദ്ധിക്കുക, ഇത്തരം ഇമെയിലുകളൊക്കെ വരുമ്പോൾ നമുക്കത് ഇതിനകത്ത് സ്പാം പോലെയുള്ള ഇമെയിലുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും പൂരിപ്പിച്ച് കൊടുക്കാതിരിക്കുക. സെയിം ഇതുപോലെ തന്നെ ഫോണിലും സംഭവിക്കും. ഫോണിലും ഇതുപോലെ തന്നെ നമുക്ക് പല മെസ്സേജുകളും വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോടികൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട്, സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിലും, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വാലിഡിറ്റി ഇപ്പോൾ 6 മാസത്തേക്ക് ഇത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി, ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഇത്തരം മെസ്സേജസിലും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒരു റീഡയറക്റ്റ് ചെയ്തിട്ട് ഇതൊരു പേജിൽ വരും. ആ യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് അത് ചോദിക്കും. ഈ ചോദിക്കുന്നതൊക്കെ നമ്മൾ ഇൻഫർമേഷനൊക്കെ യൂസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താലാണ് നമുക്കിത് കിട്ടുള്ളൂ എന്ന് പറയും. നമ്മളെ കൊണ്ട് ചെയ്യുകയും ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അതവിടെ നിന്ന് നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുകയും, അതായത് നമ്മളുടെ ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോളൻ ചെയ്യപ്പെടുകയും നമ്മളെല്ലാം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ ഫിഷിംഗ് അറ്റാക്കിൽ മെയിനായിട്ട് നടക്കുന്നത്. ഇതുപോലെ തന്നെ വെബ്സൈറ്റുകൾ വഴിയും ഈ ഒരു ഫിഷിംഗ് അറ്റാക്സ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു സൈറ്റിൽ കയറിയിരിക്കുകയെന്ന് വിചാരിക്കുക. ആ സൈറ്റിൽ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ ആ സൈറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പോപ്പ് വിൻഡോ കണ്ടിട്ടുണ്ട്. പല അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, ഇന്നത് കിട്ടും, അല്ലെങ്കിൽ ഇത് മേടിക്കുക, അപ്പോൾ ഇത്ര ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈറ്റുകളുണ്ടാവും. അപ്പോൾ ആ ഒരു സൈറ്റിലും ഈ പറഞ്ഞ പോലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരികയും ഇതിനോട്ട് എൻ്റർ ചെയ്യാനൊക്കെ പറയുകയും ചെയ്യും. സോ നമ്മൾ അത്തരത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു ഇൻഫർമേഷൻസൊക്കെ അവിടെ നിന്ന് ചോർത്തിയെടുക്കുകയും അത്തരത്തിലെല്ലാം നമ്മളുടെ നിന്ന് നഷ്ടപ്പെടുകയും ഹാക്കർ അതെല്ലാം കിട്ടുകയും ചെയ്യും. സോ ഇതെല്ലാം ശ്രദ്ധിക്കുക, അത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് ഈ ഫിഷിംഗ് അറ്റാക്കിൽ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പിയിങ് ഉണ്ട്. അതായത്
ഒരു സൈറ്റിൽ നിന്നും, അതായത് ഒരു ആമസോണിൻ്റെ സൈറ്റാണ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൻ്റെ സൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ പോലെ തോന്നിക്കുന്ന വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പേജ് ഈ ഹാക്കർ ക്രിയേറ്റ് ചെയ്യുകയും എന്നിട്ട് ഒരു ഓഫർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിലിലോട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടൊക്കെ ഇത് അയക്കുകയും അവിടെ നിന്ന് ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പേജിനോട് സിമിലർ ആയിട്ടുള്ള അതേപോലെ തന്നെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം യൂസർ നെയിം പാസ്വേഡ് എല്ലാം നമ്മളുടെ നിന്ന് മോഷ്ടിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്നല്ല മോഷ്ടിക്കപ്പെടും. സോ ഇത്തരം ലിങ്കുകളിൽ കൂടി നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലൊന്നും കയറാതിരിക്കുക. അതുപോലെ തന്നെ മെയിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിന്ന് വരുമ്പോൾ നോക്കുക, മെയിലിനെല്ലാനും ഒരു ഡൊമൈൻ ഉണ്ടാവും. Amazon ആണെങ്കിൽ amazon.com അല്ലെങ്കിൽ facebook.com എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈൻ ഉണ്ടാവും. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പേരിലായിരിക്കില്ല ആ ഒരു ഡൊമൈൻ വരുന്നത്. അപ്പോൾ ആ ഡൊമൈനൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യുക. അതൊരു സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന സൈറ്റിന് ഈ കാണുന്ന പോലെ ഒരു HTTPS എന്നുള്ള ഒരു ഇതുണ്ടാകും നോക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആണ് ആ ഒരു സൈറ്റ് എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമാണത്. അപ്പോൾ ആ ഒരു ഇതുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ലോക്കിൻ്റെ ചിഹ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. HTTPS ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ അനോണിമസ് ആയിട്ട് വരുന്ന ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഷിംഗ് അറ്റാക്സിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം ഫിഷിംഗ് അറ്റാക്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അറ്റാക്ക് ഫിഷിംഗ് അറ്റാക്സ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഫിഷിംഗ് അറ്റാക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് എന്നുള്ളത് അറിയാം. എന്നാൽ ഈ ഒരു ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരം ഈ ഒരു സീരീസ് ഓഫ് ഹാക്കിങ്ങിനെ കുറിച്ച്, അതായത് ഈ ഒരു സൈബർ അറ്റാക്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഹാക്കിംഗ് വീഡിയോസ്, അതായത് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഹാക്കിംഗ് മെത്തേഡുകൾ ഈ ഹാക്കർമാർ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോസ് ഓരോ എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോസായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.